ഹലോ കൂട്ടുകാരെ, ഇന്ന് ഞാൻ നിങ്ങൾക്കായി ഒരു സ്പെഷ്യൽ ഹെൽത്തി റൈസാണ് തയ്യാറാക്കുന്നത്. മെക്സിക്കൻ റൈസ്. ഇത് സ്കൂൾ ലഞ്ചിലും ഹസ്ബൻഡിൻ്റെ ലഞ്ച് ബോക്സിലും കൊടുക്കാൻ പറ്റുന്നതാണ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. എന്നാൽ പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ടേക്ക് പോകാം. മെക്സിക്കൻ റൈസ് തയ്യാറാക്കാം. അതിന് വേണ്ടി ഞാൻ പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ ബട്ടർ ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ബട്ടറൊക്കെ നല്ലതുപോലെ ഒന്ന് മെൽട്ടായി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ ഒരു 6 വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളിനെ നമുക്കൊന്ന് നന്നായിട്ട് തന്നെ മൂപ്പിച്ചെടുക്കാം. നമ്മൾ വെളുത്തുള്ളി നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് ഒരു വലിയ ഉള്ളി ചെറുതായി അരിഞ്ഞിട്ട് കൊടുക്കാം. നമ്മുടെ ഉള്ളി നല്ലതുപോലെ ഒന്ന് സോഫ്റ്റായി വരുന്നുണ്ട്. സമയത്ത് ഞാനൊരു 5 കപ്പ് ബസ്മതി റൈസ് 1 മണിക്കൂർ മുന്നേ കുതിർത്തതിന് ശേഷം ഊറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 5 കപ്പ് ഒരു 250 ml ഇതേപോലത്തെ കപ്പിൽ 5 കപ്പ് റൈസാണ് ഞാൻ എടുത്തിട്ടത്. ഇത് ഞാൻ കഴുകിയതിന് ശേഷം 1 മണിക്കൂർ ഒന്ന് കുതിർത്താൻ വെച്ചതിന് ശേഷം കഴുകി ഊറ്റിയെടുത്തതാണിത്. അപ്പോൾ നമ്മൾ ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷം ഇതൊരു 2 മിനിറ്റോളം നമുക്കൊന്ന് വറുത്തെടുക്കാം. ഇനി 2 മിനിറ്റ് ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്യാനുള്ളത് ഒരു ക്യാരറ്റ് ചെറുതായി അരിഞ്ഞത്, ഒരു മീഡിയം സൈസ് വലുപ്പത്തിലുള്ള ഗ്രീൻ കളർ ക്യാപ്സിക്കം, ഒരു മീഡിയം സൈസ് വലുപ്പത്തിലുള്ള റെഡ് കളർ ക്യാപ്സിക്കം, ഒരു മീഡിയം സൈസ് വലുപ്പത്തിലുള്ള യെല്ലോ കളർ ക്യാപ്സിക്കം. ഇനി ഇതിലേക്ക് 2 കപ്പ് തക്കാളി അരച്ചത് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു വട്ടത്തിലരിഞ്ഞ പച്ചമുളക്, ഇത് വലിയ പച്ചമുളകാണ്, ജലപ്പിനോ എന്ന് പറയും ഇതിനെ. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 കപ്പ് ടൊമാറ്റോ കെച്ചപ്പ്, ഇതിൻ്റെ കൂടെ ഒരു 2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, 1 ടേബിൾ സ്പൂൺ ഒറിഗാനോ, 1 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി. നമ്മൾ മെക്സിക്കൻ റൈസിൽ ഒരു സ്പൈസസ് കുറച്ച് കൂടുതലായിരിക്കും, നല്ല സ്പൈസി ആയിരിക്കും. അപ്പോൾ ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ആഡ് ചെയ്യാനുണ്ട്. നമ്മൾ നോർമലി നേരത്തെ 5 കപ്പ് റൈസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, 2 കപ്പ് ടൊമാറ്റോ വാട്ടറും അതേപോലെ 1/2 കപ്പ് കാച്ചപ്പും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം, ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 5 കപ്പ് വെള്ളം കൂടി വെച്ച് കൊടുക്കാം. 1 കപ്പ് റൈസിന് 1.5 കപ്പ് വെള്ളമാണ് വേണ്ടത്. ഞാൻ ഇതിലേക്ക് നല്ല ചൂട് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്, 5 കപ്പ്. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അങ്ങനെ ഞാൻ ആവശ്യത്തിന് ഉപ്പെല്ലാം ഇട്ടിട്ട് മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുക്ക് ചെയ്തെടുക്കാം.
അങ്ങനെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മുടെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി ലാസ്റ്റായിട്ട് 2 ഇൻഗ്രീഡിയൻസും കൂടി ചേർക്കാനുണ്ട്. കിഡ്നി ബീൻസ്. ഇത് ഞാൻ ഒരു 1/4 കപ്പ് കിഡ്നി ബീൻസ് ഓവർനൈറ്റ് കുതിർത്തതിന് ശേഷം ഒരു 2 വിസിലിട്ട് കുക്ക് ചെയ്തെടുത്തതാണിത്. ഇതിട്ട് കൊടുക്കാം. അതേപോലെ തന്നെ കുക്ക്ഡ് കോൺ. ഇനി ഇതിലേക്ക് ഒരു പിടിയോളം മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. അങ്ങനെ നമുക്ക് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിനെ വളരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നേരം നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അങ്ങനെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. അങ്ങനെ നമ്മുടെ റൈസൊക്കെ വെന്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള മെക്സിക്കൻ റൈസ് റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടിപൊളി പുതിയ റെസിപ്പിയുടെ വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.